ഹലോ ഗായ്സ്, നമസ്കാരം. പെട്ടെന്ന് ചെയ്യാൻ തോന്നിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മുടെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ 12 മണിക്ക് ഓൺലൈനിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഫെസ്റ്റിവലിൽ ലൈവായി എന്നുള്ള കാര്യം അറിഞ്ഞത്. നോക്കുമ്പോണ്ട് സാംസങ് S23 അൾട്ര 75,000 രൂപയ്ക്ക്. എൻ്റെ പൊന്നെ, 75,000 രൂപയ്ക്കോ? ഞാനിത് 18 മാസം മുമ്പ് 1,25,000 രൂപ കൊടുത്ത് മേടിച്ച ഐറ്റമാണ്. ഇപ്പോൾ 18 മാസങ്ങൾക്ക് ശേഷം 75,000 രൂപയ്ക്ക്. എമ്മാതിരി ഡീലാണ് മക്കളെ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 18 മാസത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള S23 അൾട്ര. ഇത് കേരളത്തിലെ ആദ്യത്തെ S23 അൾട്രയാണ്. സാംസങ്ങിൻ്റെ കേരള ഹെഡൊക്കെ വന്നിട്ട് കേരളത്തിൽ ഡെലിവറി നടത്തിയ ഫസ്റ്റത്തെ S23 അൾട്രയാണിത്. ഈസി സ്റ്റോറിൽ നിന്നായിരുന്നു ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, പേപ്പറിലൊക്കെ പടം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ 18 മാസം കഴിഞ്ഞു. ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രൈമറി ഫോണായിട്ടും എൻ്റെ ജീവിത മാർഗ്ഗമായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫോണാണ്. ഈ ഫോൺ വഴിയാണ് സകല കണ്ടൻറ്റുകളും ഷൂട്ട് ചെയ്യുന്നത്, സകല കണ്ടൻറ്റുകളും അപ്ലോഡ് ചെയ്യപ്പെടുന്നത്, എൻ്റെ സ്ക്രിപ്റ്റുകൾ എഴുതുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്, ബിസിനസ് മാനേജ് ചെയ്യുന്നത്, സകല ഐറ്റംസും ഈ ഒരു ഫോൺ വഴിയാണ് നടക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പങ്ക് ഈ ഫോൺ വഹിച്ചിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ ഫോൺ. അപ്പോൾ ഈ എമൗണ്ടിന് 1.5 വർഷം പഴക്കമുള്ള ഈ ഫോൺ നിങ്ങൾ എടുക്കുന്നത് വേർത്താണോ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, കൂടുതൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 75,000 രൂപയ്ക്ക് നിങ്ങൾ S23 അൾട്ര ഇപ്പോൾ വാങ്ങുന്നത് വേർത്താണോ? ഒരു സംശയം ഇല്ലാണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും, കംപ്ലീറ്റ്ലി വേർത്താണ്. കാരണം ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ S24 അൾട്രയാണ് വന്നിരിക്കുന്നത്. S24 അൾട്രയും S23 അൾട്രയും തമ്മിൽ ആ എഡ്ജിലുള്ള കേർവിൻ്റെ ഒരു മാറ്റമല്ലാണ്ട് വേറൊരു മാറ്റം എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടില്ല. ഞാൻ S24 അൾട്ര യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരു മാറ്റവും ഫീൽ ചെയ്തിട്ടില്ല. ക്യാമറ ക്വാളിറ്റിയും എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്നത് ഈ S23 അൾട്രയാണ്. എൻ്റെ പെട്ടെന്നുള്ള കോണ്ടന്റുകൾ ഷൂട്ട് ചെയ്യുന്നത് S23 അൾട്രയിലാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം റീലുകൾ ഷൂട്ട് ചെയ്യുന്നത് S23 അൾട്രയിലാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവണം. യൂട്യൂബ് ഷോർട്സ്, ലോങ് വീഡിയോസ് എല്ലാം S23 അൾട്രയിലാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓസ്മോ പോക്കറ്റ് 3 എന്ന് പറയുന്ന ഒരു ക്യാമറയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ ക്രിയേറ്റർ ലൈഫിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് S23 അൾട്ര. കണ്ടോ, മുത്താണ്, മുത്ത്. വേറെ ഒന്നും പറയാനില്ല. മുത്ത് എന്ന് പറഞ്ഞാൽ മണിമുത്ത്. കിഡിലൻ പ്രൊഡക്റ്റാണ്. കിടുക്കാച്ചി ക്യാമറയാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമില്ലാണ്ട് നിങ്ങൾക്ക് ഈ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഈ ഫോൺ എടുക്കാൻ പറ്റും. ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വേറെ ഒരു അപ്ഡേറ്റ്സിലേക്കും പോകണം. നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു വേർഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആപ്പിൾ തന്നെ കയ്യിൽ വേണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ എടുക്കാം. തിരുത്താനൊന്നും ഞാൻ വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ 75,000 രൂപ കൊടുത്ത് നിങ്ങളൊരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത്രയുള്ളത് എടുത്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ വെച്ച് നിങ്ങൾക്ക് ജീവിത വരുമാനം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. 75,000 രൂപ കൊടുത്ത് ഈ ഫോൺ എടുക്കാം. ജസ്റ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനും വാട്സാപ്പ് മെസ്സേജ് അയക്കാനും യൂട്യൂബ് വീഡിയോ കാണാനും ഒക്കെയാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും വില കൊടുത്ത് നിങ്ങളൊരു ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. ചെറിയ ബജറ്റിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായി ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ വെച്ചിട്ടാണ്. ഒരു ക്രിയേറ്റർ ലൈഫാണ് നമ്മുടെ. നമുക്ക് ഇച്ചിരി ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം S24 അൾട്രയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്തത് S23 അൾട്രയും S24 അൾട്രയും തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തേനെ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. ഞാൻ ഒരു ദിവസം ഫോൺ എത്ര നേരം യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ അടുത്താണെന്ന് നോക്കിയത്. ഓൾമോസ്റ്റ് 10 മണിക്കൂറിനടുത്ത് നമ്മൾ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കലാണെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുന്നതാണെങ്കിലും റീൽസ് കാണുന്നതാണെങ്കിലും സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെ എല്ലാം കൂടി നമ്മളൊരു 10 മണിക്കൂറിൻ്റെ അടുത്ത് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ, ഈ ബാറ്ററി തീരുമ്പോഴാണല്ലോ നമ്മൾ സാധാരണ പോയി കിടക്കുന്നത്, അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും പതിവ്, കിട്ടും. ഒരു 10-11 മണി വരെ നമുക്ക് കിട്ടും. ഹെവി ഷൂട്ടൊക്കെയുള്ള ദിവസമാണെങ്കിൽ അതിന് മാറ്റങ്ങൾ വരും കേട്ടോ. ഇപ്പോൾ ഷൂട്ടൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല.
അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കനം ഇപ്പം നമ്മൾ നുള്ളിപ്പറക്കി എവിടെന്നെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഏക ഒരു കുറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ കനമാണ്. ഞാൻ ഈ അടുത്ത ദിവസം ഒരു ബേക്കറി പോയപ്പോൾ അവിടുത്തെ തൂക്കുന്ന മെഷീനിൽ വെച്ച് നോക്കിയപ്പോൾ 240 ഗ്രാമോ അങ്ങനെ ഏറ്റവും ഇത് വന്നത്. നമുക്കൊരു 1/4 കിലോൻ്റെ അടുത്തുള്ള ഐറ്റം നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ ഒരു പ്രശ്നമാണെങ്കിൽ പക്ഷെ അത് പിടിച്ച് നമ്മളത് ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ബാറ്ററിൻ്റെ ആയിരിക്കണം ആ കനം. അപ്പോൾ ആ ഒരു ഫീൽ അത് പക്ഷെ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, കനമുണ്ട്, അതാണ് അതിൻ്റെ ഒരു മെയിൻ. വേറെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബാറ്ററി നമുക്ക് അത്രമാത്രം ബാറ്ററി തരുന്നുണ്ട്. എന്തൊക്കെ ഹെവി യൂസാണ് നമ്മൾ ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മെയിൻ എഡിറ്റിംഗ് നടത്തുന്നത് ഇതിലല്ല, ഞാൻ ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് ഇതിലാണ്, ഫോട്ടോ കളർ ഗ്രേഡ് ചെയ്യുന്നത് ഇതിലാണ്, സ്ക്രിപ്റ്റ് ഞാൻ എൻ്റെ പേന വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അത് ഇതിലാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ബോർഡ് പോലെ വരയ്ക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഇതിലാണ്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഇതിലല്ലേ. പിന്നെ ക്യാമറ മുത്താണ്, മുത്ത്. അതായത് S23 അൾട്ര എന്ന് പറയുന്നത് മുത്താണ്, വേറെ ഒന്നും പറയാനില്ല. ഇതിൽ 8K എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 8K നിങ്ങൾക്കറിയാം, നിങ്ങൾ ഐഫോണിലൊക്കെ ഇപ്പോൾ 4K വരെ ആയിട്ടുള്ളൂ. ഇത് S23 അൾട്രയിൽ 8K ഉണ്ട്. 8K അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷനുള്ള ഫ്രെയിമാണെന്ന് വെച്ചോ, ഈ ഫോൺ കുറച്ച് ദൂരെ കൊണ്ട് വെച്ചിട്ട് ഷൂട്ട് ചെയ്താൽ മതി. 8Kയിൽ നമ്മുടെ ആ ടോട്ടൽ ഏരിയ വൈഡായിട്ട് അത് ക്യാപ്ചർ ചെയ്തോളൂ. പിന്നെ നമുക്കിത് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഇഷ്ടമുള്ള പോലെ സൂം ചെയ്ത് വെക്കാം. അതായത് ഇമേജ് പൊട്ടിപ്പോവൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതാണ് 8K കൊണ്ടുള്ള ഏറ്റവും പ്രധാന ഗുണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലും കാണുന്ന എൻ്റെ എല്ലാ പ്രസൻറ്റേഷൻസും എല്ലാ ഇൻസ്റ്റാഗ്രാം റീൽസും നിങ്ങൾ ഈ 8Kയിൽ ഷൂട്ട് ചെയ്ത ഐറ്റമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ക്വാളിറ്റി ലോസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവിടെ ഇൻ്റർനെറ്റ് കുറവായതുകൊണ്ട് മാത്രമായിരിക്കും. എൻ്റെ അപ്ലോഡിങ് ഫയലിൽ ഒരു വിധത്തിലുള്ള ക്വാളിറ്റി കുറവുമില്ല. കാരണം ഇൻസ്റ്റാഗ്രാം ഇത് കംപ്രസ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് സ്ലോ ആണെങ്കിലും അത് കംപ്രഷൻ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ലോ ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതൊന്നുമല്ല. ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. 8K 4K. ഞാൻ നോർമലി വ്ളോഗുകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് 4K 60ലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ചൂടാവുന്നുണ്ടോ എന്നുള്ളത്, ഇതുവരെ 1.5 വർഷമായിട്ട് ഈ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ചൂടായിട്ടില്ല. ഞാൻ ഇതിൽ ചെയ്യാത്ത കാര്യങ്ങളില്ല. ഗെയിം കളിക്കും, സകല വീഡിയോസും എഡിറ്റ് ചെയ്യും, വലിയ വീഡിയോസ് വരെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ ചെയ്യുന്നത് 8Kയിൽ ഷൂട്ട് ചെയ്യും. 8Kയിൽ ഞാൻ എൻ്റെ ഒരു റീല് 1.5 മിനിറ്റിൻ്റെ റീല് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനെ 10, 15, 20 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് 8Kയിൽ ഞാൻ റെക്കോർഡ് ഓൺ ചെയ്ത് വെക്കും. ഇതുവരെ ഫോണൊന്നും ചൂടായിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ഫീച്ചറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. 8Kയിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റ് ചൂടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു നേട്ടം ആ പ്രൊഡക്റ്റിനില്ല. പിന്നെ ഹാങ് ആവില്ല. ഏത് ആപ്പ് എത്ര പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താലും ഇതിൽ ഹാങ്ങിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഇതിൻ്റെ പ്രൊസസ്സർ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കല്ല പോകുന്നത്, പ്രൊസസ്സറോ അതിനെക്കുറിച്ചൊന്നും പറയാനല്ല പോകുന്നത്. ഇതിൻ്റെ പ്രോസസ്സിങ് ഓക്കെ, ഞാൻ ഇതിൻ്റെ വലിയ ഡീറ്റെയിലിങ്ങിലേക്കല്ല പോകുന്നത്. ഈ സാധനം ഹാങ് ആവില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്തോ ഇത് ഹാങ് ആവില്ല. ഇത് S23 അൾട്ര നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ചിലപ്പോൾ ഇൻ കേസ് ലക്ഷത്തിലൊന്നോ 10,000-ലൊന്നോ ലക്ഷത്തിലൊന്നോ കേസുകൾ സംഭവിക്കാം. എനിക്കിതുവരെ ഹാങ് ആയിട്ടില്ല. കാരണം നമ്മളൊരു ക്രിയേറ്ററാണ്, ഹൈ എമൗണ്ട് ഓഫ് ഫയൽസ് നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. ഓരോ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫൂട്ടേജിൻ്റെ സൈസ് തന്നെ അത്ര കൂടുതലാണ്. അത്രയും വലിയ ഫയൽ സൈസ് ഇട്ടിട്ട് നമ്മളിതിൽ എഡിറ്റ് ചെയ്യാറുണ്ട്, അത് പ്രോസസ്സ് ചെയ്യാറുണ്ട്. എന്നിട്ടൊന്നും ഇതുവരെ ഹീറ്റ് ആവുകയോ ഹാങ് ആവുകയോ ചെയ്തിട്ടില്ല. ഇനി ഞാനൊരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഈ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ S23 അൾട്ര എടുക്കുന്നത് വേർത്താണോ? ഒന്നും നോക്കണ്ട. നിങ്ങളുടെ കയ്യിൽ മുടക്കാൻ 75,000 രൂപ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ, ഇത് നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്നുണ്ട് എങ്കിൽ ഒന്നും നോക്കണ്ട, പോയി എടുത്തോ. S23 അൾട്ര ഒരു റൈറ്റ് ചോയ്സ് ആണ്. S24 അൾട്രയിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ രണ്ടും ഏകദേശം സെയിം ആണ്, വലിയ മാറ്റമൊന്നുമില്ല. എമൗണ്ട് കൂടുതൽ നിങ്ങളുടെ കയ്യിൽ മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ 75,000 രൂപ ഈ ഫോണിന് എന്ന് പറയുന്ന ഡീലാണ്, അതിലാണ് കാര്യം. അതൊരു കിടിലൻ ഡീലാണ്. ഒന്നും നോക്കണ്ട, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ. കാരണം 18 മാസം മുമ്പ് 1.25 എടുത്ത സാധനമാണ് ഇപ്പോൾ 75 എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് അല്ലേ. 50,000 രൂപയുടെ മാറ്റം വന്നു ഈ ഒരു കിടിലൻ പ്രൊഡക്റ്റിന്. ഇത് പൊട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യില്ല. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിൽ 100% സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും കിട്ടാത്ത കാര്യമാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയത് അതാണ്, 100% സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ ഒരു കസ്റ്റമർക്ക് അതുപോലെ, ഒരു ക്രിയേറ്റർക്ക് അത് മതി. പിന്നെ ഇപ്പോൾ എന്താണ് ഞാൻ ഇതിൽ കൂടുതൽ നിങ്ങളോട് ഈ ഫോണിനെ കുറിച്ച്, ഈ സ്മാർട്ട് S23 അൾട്രനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. 100% സാറ്റിസ്ഫാക്ഷൻ.
ഒരു ഫോൺ വെച്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും S23 അൾട്രയിലില്ല. അത് ഈ ഫോണിൻ്റെ ഒരു ഭയങ്കര മികവ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. ഇത് എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തും പറയണം. ആ ഡീൽ ഇന്നലെ കണ്ടപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണം തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ ഈ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ പാർട്ണറോ ബ്രാൻഡ് പ്രൊമോട്ടറോ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ത്രൂ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബൈ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ.